സ്നേഹാസമ്പന്നനായ കർത്താവിൻ്റെ നമ്മോടുള്ള വലിയ ദയയാലും വിശ്വസ്തതയാലും അരുമനാഥൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കൃപാലുവായ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ പരിലാളനം നമ്മൾ അനുഭവിച്ചു. ആ സാന്നിധ്യത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിപ്പാനിടയായ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സാം തോമസ് അവറുകൾ കൂടാതെ സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരങ്ങൾക്കും പ്രത്യേകിച്ചും ഓൺലൈനിലൂടെ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കുവാൻ ഇങ്ങനെ ദൈവം ഒരു അവസരം നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്താൽ ഒരുക്കപ്പെട്ട ദിനം സന്തോഷിച്ച് ആനന്ദിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അല്പസമയം മുന്നോട്ട് പോയിരിക്കുകയാണ്, നമ്മൾ അറിയുന്നല്ലോ. വളരെ പെട്ടെന്ന് ഒരു വാക്യത്തിൽ നിന്ന് ഈ വായിച്ച സങ്കീർത്തനത്തിനകത്ത് ഒരു വേദവാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് സമയമുള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ 118 സങ്കീർത്തനത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഒന്ന് ഉറക്കെ വായിക്കണേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിലൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അനേക ആയിരങ്ങൾ നിലവിളിക്കുന്നു. ഈ നിലവിളിയുടെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന് മാത്രം, ഈ നിലവിളിയുടെ വിഷയം ഒന്ന് മാത്രം. ആയിരങ്ങൾ നിലവിളിക്കുന്നുണ്ടെങ്കിലും നിലവിളിയുടെ വിഷയം ഒന്ന്, അത് ഒന്ന് മാത്രം. അതെന്തെന്ന് ചോദിച്ചാൽ, ദൈവമേ വാതിലുകൾ തുറന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾ പലത് കാണും. തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശാരീരിക ക്ഷീണാവസ്ഥയിൽ വേദനിച്ച് ആ അസ്വസ്ഥത മാറേണ്ടതിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജോലി സംബന്ധമായ വിഷയം പ്രാർത്ഥിക്കുന്നവരുണ്ട്, പരീക്ഷയിൽ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തെല്ലാം വിഷയങ്ങളാ! അതിങ്ങനെ തോരണം സമാനമായി ആയിരക്കണക്കിന് വിഷയങ്ങളാണ് ഉള്ളത്. പക്ഷേ വിഷയത്തിൻ്റെ എല്ലാം കണ്ടൻസ് ഒന്ന് മാത്രം, ദൈവമേ വാതിൽ തുറക്കണമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആരാധനയിൽ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്തരാത്മാവിൽ ഒരു പ്രാർത്ഥനാ നിലവിളിയുണ്ട്. എൻ്റെ ദൈവമേ ആ വിഷയത്തിന് വാതിൽ തുറന്നു തരണമേ. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ദൈവം വാതിൽ തുറന്നു തരും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. വായിച്ച സങ്കീർത്തനത്തിനകത്ത് ഈ വാതിൽ തുറന്നു തരുവാനുള്ള ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്താണെന്ന് അറിയാമോ? നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീ, ഞാൻ അവയിലൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ദൈവം, ഈ സങ്കീർത്തനക്കാരൻ അറിയാം, വാതിൽ തുറക്കുന്ന, ദൈവം തുറക്കുന്ന വാതിലുകളൊക്കെ നീതിയുടെ വാതിലുകളാണ്. ദൈവത്തിന് സ്തോത്രം. നീതിപൂർവം മാത്രമേ ദൈവം വാതിൽ തുറക്കുള്ളൂ. ഒരു അനീതി കണ്ണടച്ചുകൊണ്ട് മറുവശത്തൂടി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് എത്ര ഉപവസിച്ചാലും മറുപടി കിട്ടുകയില്ല, എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടുകയില്ല. പക്ഷെ അനുദപിക്കുവാൻ വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്ഷമായാചനം ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. കുറവുകളേറ്റ് പറയാൻ വ്യവസ്ഥയുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കെ ചെയ്തു തന്നെ ദൈവമേ നീ മറുപടി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നൊരു വാക്യമുണ്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതുകൊണ്ട് നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും എല്ലാ ഇടങ്ങളിലും എല്ലാ സമയങ്ങളിലും ദൈവവും നമ്മളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുവാൻ ആരും ഇടവരുത്തരുത്. നമ്മുടെ വാക്കുകളിലൂടെയോ പെരുമാറ്റങ്ങളിലൂടെയോ സ്വഭാവങ്ങളിലൂടെയോ ചിന്തകളിലൂടെയോ
നിരൂപണങ്ങളിലൂടെയോ സ്തോത്രം ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുവാനിടയാകരുത്. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീ, ഞാൻ അവയിലൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്, ആവർത്തന വിരസത ഉണ്ടാകരുത് എന്ന് അഡ്വാൻസായിട്ട് പറയുക. ഈ 92 സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും, കാട്ടുപോത്തിന് കൊമ്പ് പോലെ നിന്നെ ഉയർത്തും, നിന്നെ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ആദരിക്കുക തന്നെ ചെയ്യും. എന്നിട്ടേ ഈ അനുഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഒടുവിൽ പറയുന്നുണ്ട്, യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ലെന്ന് കാണിക്കണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ വാക്യം. ദൈവം ഒരു വ്യക്തിയെ മാനിക്കും, ഒരു കുടുംബത്തെ മാനിക്കും, ഒരു സഭയെ മാനിക്കും, അനുഗ്രഹിക്കും. അതിനൊരു കാരണമുണ്ട്. യഹോവയായ ദൈവം നീതിമാനാണെന്ന് എല്ലാവരും ദൈവം വെളിപ്പെടുത്തും. എല്ലാവരുടെ മുമ്പിൽ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ രഹസ്യം ദൈവം നീതിമാനാണെന്ന് നമ്മെ ദർശിക്കുന്നവർക്ക് ബോധ്യപ്പെടുവാൻ, നമ്മെ അറിയാവുന്നവർക്ക് ബോധ്യപ്പെടുവാൻ, പരിചിതർക്കും അപരിചിതർക്കും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക. യഹോവ നീതിമാനാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിൽ. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ ആരാധിക്കുന്ന ഇടം വാതിലിന് മുമ്പിലാണ് എന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. 100 സങ്കീർത്തനം അതിന് 4-ാമത്തെ വാക്യം. 100 സങ്കീർത്തനം 4-ാം വാക്യത്തില് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ഹല്ലേലൂയ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവം ശ്രദ്ധിക്കുമ്പോൾ അവർ യഹോവയുടെ വാതിലിന് മുമ്പിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം ചെയ്യുക. നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഫിലദെൽഫ്യ സഭയിലെ ദൂതനോട് വെളിപ്പാട് പുസ്തകത്തിൽ ആ ദൂതനോട് ഫിലദെൽഫ്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ എഴുതുന്നുണ്ട്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, അതുപോലെ തന്നെ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ അരുളി ചെയ്യുന്നു, നിനക്ക് വേണ്ടി ഒരു വാതിൽ ഞാൻ തുറക്കുക. അത് ദൈവം നീതിയോടെ തുറക്കുന്നത്. നീതിയോടെ തുറക്കുന്നത്. കാരണം എന്നറിയാമോ? ഫിലദെൽഫ്യ സഭയിലെ ദൂത, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനം നീ കാത്തു. ഹല്ലേലൂയ. എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് എനിക്ക് നീതി ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ തുറക്കുക, അതാർക്കും അടയ്ക്കാൻ കഴിയരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നു. പിന്നെ നമ്മൾ പരിഭവപ്പെടുന്നത്, നമ്മൾ ഭാരപ്പെടുന്നത്, നമ്മൾ സങ്കടപ്പെടുന്നത്. നമുക്ക് ഒത്തിരി സങ്കടവും മനപ്രയാസവും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലയിടങ്ങളിൽ നിന്നും അർഹതപ്പെട്ട നന്മകൾ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നൊരു വേദനയായിരിക്കും. നമ്മളെ മാനിക്കേണ്ടവർ നമ്മളെ മാനിക്കുന്നില്ലല്ലോ എന്നൊരു വേദനയായിരിക്കും. നമ്മളെ ഹല്ലേലൂയ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായി തീരേണ്ട നന്മകൾ ലഭിക്കുന്നില്ലല്ലോ എന്നൊരു വേദനയായിരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുക, ഹല്ലേലൂയ, ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. അല്പമേ നിനക്ക് ശക്തിയുള്ളതിലും ഞാൻ തുറക്കുക, അതാർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഈ വാതിലുകളിൽ സ്തോത്രത്തോടും വാതിലുകളിൽ സ്തുതിയോടും കൂടി ആയിരിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സാക്ഷാൽ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒത്തിരി വാതിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ആട്ടുവാതിലുണ്ട്, മീൻ വാതിലുണ്ട്, പിന്നെ പല വാതിലുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏക വാതിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10:9 ഞാൻ വാതിലാകും, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും.
അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏക വാതിൽ, ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം ഉള്ള ഏക വാതിൽ കർത്താവ് നേരിട്ട് പറയുക, ഞാൻ വാതിലാവും. ഞാൻ വെളിച്ചമാകുന്നെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സ്നേഹമാകുന്നെന്ന് കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. അതെ, ഞാൻ നല്ല ഇടയനാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ പല അവകാശവാദങ്ങൾ കർത്താവ് പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ വാതിലാകുന്നു. പ്രിയപ്പെട്ടവരെ, വാതിലാകുന്ന കർത്താവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തെങ്കൽ നീതിയോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ദൈവം മറുപടി തരാതിരിക്കുകയില്ല. ചുമ്മാതെയാണോ ഇയ്യോബ് കഷ്ടകാലം അങ്ങ് മൂത്ത് കഴിഞ്ഞു കേട്ടോ. തനിക്ക് 500 കാളെ ഉണ്ടായിരുന്നു, 7000 ആടുണ്ടായിരുന്നു, 3000 ഒട്ടകം ഉണ്ടായിരുന്നു, വസ്തുവകൾ ഉണ്ടായിരുന്നു, ദാസ്യാസന്മാരുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. സകലതും നഷ്ടപ്പെട്ടു. മലയാള ഭാഷയിൽ പറച്ചിലുണ്ട്, ഉടതുണിക്ക് മറുതുണി ഇല്ല എന്ന്. അതുപോലെ വേദനപ്പെട്ടു. പിന്നെ ബാക്കി ശേഷിക്കുന്ന ശരീരമാണ്. ഒരു ഓടിൻ്റെ കഷ്ണം എടുത്ത് ചൊറിഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുളുക. അന്നേരം ദൈവത്തോടൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ദൈവമേ സ്തോത്രം, എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസൽ എന്നെ ഒന്ന് തൂക്കി നോക്കണേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോവുക. എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസൽ എന്നെ ഒന്ന് തൂക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അവസാനം ഇയ്യോബ് പ്രാർത്ഥനയ്ക്ക് ഒരു ഒറ്റമൂലി ഒരു ശക്തമായിട്ടൊരു വാചകം പറയുന്നുണ്ട്. അതിന് ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, നിനക്കെൻ്റെ പരിചയമുണ്ടല്ലോ, എൻ്റെ പരമാർത്ഥത അവിടുന്ന് തൂക്കി നോക്കിയല്ലോ, ഇതാ ഞാനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇയ്യോബ് ഒപ്പല്ല. ഞാൻ ആ ബൈബിളിൽ ആ വാക്ക് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം വരച്ച് എൻ്റെ ഹൃദയത്തിലും വരച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതാ എൻ്റെ ഒപ്പം. എത്രയാ വാക്യം? ഇയ്യോബ് 31:35. എൻ്റെ പരമാർത്ഥത അറിയണം. അതോടൊപ്പം തന്നെ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ, അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എൻ്റെ ഒപ്പ്, ഇതാ എൻ്റെ ഒപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഒരു ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ നോക്കിയപ്പോഴത്തേന് അതിനകത്ത് ഹാൻഡ് സിഗ്നേച്ചർ തന്നെയാണ് കിടക്കുന്നത്. ഹാൻഡ് സിഗ്നേച്ചർ തന്നെ. ഇതാ എൻ്റെ കയ്യൊപ്പ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്ന് വെച്ചാൽ അങ്ങനെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കുമോ? കർത്താവേ, ഞാൻ ചെയ്തതും പോയതും വന്നതും കൊടുത്തതും മേടിച്ചതും ഒന്നും എന്ത് ചെയ്യരുത്, പറഞ്ഞതും കേട്ടതും കേൾക്കാത്തതും ഒന്നും എന്ത് ചെയ്യണം, ഓർക്കരുതേ. ദൈവമേ, നീ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലുള്ളതൊന്നും ഓർക്കാതെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്നാണ് പലപ്പോഴും സൂത്രത്തിൽ പലരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, നീതിയുടെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നിരുവി, ഞാൻ അവയിൽ ഓടിക്കിടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന വാതിലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മ, വീടോ കാറോ സാമ്പത്തിക വിഷയങ്ങളോ തലമുറയോ മറ്റു കാര്യങ്ങളോ, ഇതൊക്കെ നല്ലതാണ്, അനുഗ്രഹമാണ്, നന്മയാണെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി ദൈവം നമുക്ക് തരിക്കുന്ന വലിയ തുറക്കപ്പെട്ട വാതിലൂടെ ദൈവം നൽകിയ ഏറ്റവും വലിയ വിശേഷപ്പെട്ട അനുഭവം എന്നു ചോദിച്ചാൽ 21-ാം വാക്യത്തിൽ, അതിൻ്റെ അടുത്ത വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. നീ എനിക്ക് ഉത്തരമരളി. വായിക്കാം. നീ എനിക്ക് ഉത്തരമരളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നീ എനിക്ക് ഉത്തരമരളി, എനിക്ക് തുറന്നു തന്നു വാതിൽ.
എനിക്ക് വീട് തന്നതിനാ സ്തോത്രം, മക്കളെ തന്നതിനാ സ്തോത്രം, കുടുംബജീവൻ തന്നതിനാ സ്തോത്രം. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി നീ എനിക്ക് രക്ഷയായി തീർന്നിരിക്കുക. നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, അതിലങ്ങ് വളരെ സന്തോഷിക്കണം. ഹല്ലേലൂയ. അതിലങ്ങ് വളരെ സന്തോഷിക്കണം. നീതിമാന്റെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. നമ്മൾ ഈ നിറഞ്ഞ സന്തോഷത്തോടെ സന്തോഷിക്കാൻ നമുക്ക് കഴിയാതെ വരിക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രത്തിൽ ഏറ്റവും വലിയ വിഷയം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. അനുദപിച്ച് കരഞ്ഞോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്തരംഗം സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ ഒരനുഭവത്തിലേക്ക് നമ്മളായിത്തീരണം. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിനോട് സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നന്മ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ഹല്ലേലൂയ ലഭ്യമായി തീർന്നിരിക്കുന്ന ആത്മരക്ഷ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.